സഖാവ് EMS 1957 ഏപ്രിൽ മാസം 5-ാം തീയതി ഉച്ച കഴിഞ്ഞ് തിരുവനന്തപുരത്ത് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 6 ദിവസം കഴിഞ്ഞപ്പോൾ സഖാവ് EMSന്റെ ഉത്തരവിറങ്ങി. എന്താണ് ഉത്തരവ്? കുടിയിറക്ക് നിരോധന നിയമം. ഇറങ്ങണ്ട. ഏത് കൊടികുത്തിയ തമ്പുരാന്റെ മണ്ണിലാണെങ്കിലും ആ മണ്ണിൽ അധ്വാനിച്ചത് നീയാണെങ്കിൽ ആ മണ്ണ് നിനക്ക് അവകാശപ്പെട്ടതാണ്. കൃഷിഭൂമി കൃഷിക്കാരന്. അങ്ങനെയാ മലയാളിക്ക് മണ്ണുണ്ടായത്. അതാണ് മലയാളിയുടെ ജീവിതത്തിന്റെ മഹാമാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചത്. അങ്ങനെ ഞാൻ പറഞ്ഞു പോകുമ്പോൾ ചിലർ പറയും, അല്ല, ഗൾഫാണ് ഈ കേരളത്തെ മാറ്റിമറിച്ചത്. ശരിയാണ്, അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. അറബ് മണലാരണ്യത്തിൽ ചോര നീരാക്കി അധ്വാനിക്കുന്ന ലക്ഷക്കണക്കിന് മലയാളികൾ, അവനയക്കുന്ന കോടിക്കണക്കിന് പണം ഈ കേരളത്തിലേക്ക് ഒഴുകിയെത്തിയത് കേരളത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ എങ്ങനെയാ മലയാളി ഗൾഫിലേക്ക് പോയത്? നടന്നു പോകാൻ കഴിയും? ഇടയിൽ അറബിക്കടലുണ്ട്. കടൽ കടക്കണമെങ്കിൽ വിമാനം വേണം. അക്കരെ പോകണമെങ്കിൽ വിസ വേണം. വിസക്ക് പണം വേണം. വിമാനത്തിന് ടിക്കറ്റ് എടുക്കണം. എവിടെയുണ്ട് മലയാളിയുടെ കയ്യിൽ? 57 സഖാവ് EMSന്റെ ഗവൺമെന്റ് വന്ന് ഈ നാട്ടിലെ മനുഷ്യർക്ക് ഭൂമിയിൽ അവകാശം ഉണ്ടായപ്പോ, അവന്റെ പേരിൽ ഭൂമി ഉണ്ടായപ്പോ അവൻ അതിൽ അധ്വാനിക്കാൻ തുടങ്ങി. മുമ്പ് അധ്വാനിച്ച തമ്പുരാന് കൊടുക്കണം. ഇന്ന് അധ്വാനിക്കുന്നവനുള്ള അവന്റെ ഭൂമിയാണ്. അവന്റെ കയ്യിൽ പൈസ ഉണ്ടായി. അധ്വാനിക്കാൻ കഴിയാത്തവൻ ഭൂമിയുടെ ഒരറ്റം വിറ്റു, അല്ലെങ്കിൽ ബാങ്കിൽ പണയം വെച്ചു. അവന്റെ കയ്യിൽ പൈസ ഉണ്ടായി. അങ്ങനെ വിമാനത്തിന് ടിക്കറ്റ് എടുത്തു. അങ്ങനെ ഗൾഫിലേക്ക് പോയി. ഗൾഫ് പോയാൽ നല്ല ജോലി കിട്ടണമെങ്കിൽ നല്ല വിദ്യാഭ്യാസം വേണം. എവിടെയുണ്ട് മലയാളി? മനസ്സിലാക്കിക്കോ. സഖാവ് EMSന്റെ പഠനകാലത്ത്, ആ കാലഘട്ടത്തിൽ കേരളത്തിൽ UP സ്കൂളിൽ പഠിക്കണമെങ്കിൽ 3 രൂപ, ഹൈസ്കൂളിൽ പഠിക്കണമെങ്കിൽ 6 രൂപ ഫീസ്. ഇന്നത്തെ 3ഉം 6ഉം അല്ല, അന്നത്തെ എത്രയുണ്ടാവും നിങ്ങൾ ആലോചിച്ചോ. 57 ഏപ്രിൽ 11 ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവന്ന അതേ ദിവസം വിപ്ലവകരമായ ഒരു നിയമം കൂടി സഖാവ് EMS കൊണ്ടുവന്നു. എന്താണ് ആ നിയമം? വിദ്യാഭ്യാസം സാർവത്രികം, സൗജന്യം. പഠിക്കാൻ പൈസ കൊടുക്കണ്ട, സാർവത്രികമാക്കണം. എല്ലാ സ്ഥലങ്ങളിലും കലാലയങ്ങൾ ഉണ്ടാക്കണം. അങ്ങനെയാ മലയാളി പഠിക്കാൻ തുടങ്ങിയത്. അങ്ങനെയാ മലയാളിക്ക് ഗൾഫിൽ നല്ല ജോലി കിട്ടിയത്. ഇല്ലേ?